അഷ്റഫെ, അകാലിദൾ, ദ്രാവിഡ പാർട്ടികൾ, തെലങ്കാനയിലുള്ള തെലുങ്ക് ദേശം പാർട്ടികൾ, ഇതൊക്കെ വംശത്തിൻ്റെയും വർഗത്തിൻ്റെയും ദേശത്തിൻ്റെയും പേരിൽ. പിന്നെ ഇവിടെ നമ്മൾ ആക്ഷേപം കേൾക്കുന്നുണ്ട് മുസ്ലിം ലീഗ്, ഇന്ത്യൻ മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ അതൊരു മതത്തിൻ്റെ പേരിൽ. ഇങ്ങനെ എല്ലാവരും അവരവരുടേതായ രീതിയിൽ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പക്ഷേ അത് തുറന്ന് കാണിക്കപ്പെടാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവരുടെ രാഷ്ട്രീയ രീതികളതായിരിക്കാം, പ്രചരണ രീതികളതാകാം. അതെല്ലാം തടയണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അത് എത്രമാത്രം പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റും? ഒന്ന്. രണ്ടാമത്, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ അതിനെ എതിർക്കപ്പെടുന്നതിന് കോടതി വിധി ഇരയാകുമോ? അതിന് രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. അത് ആ വിധിയിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. മെജോറിറ്റി 4 ജഡ്ജിമാരുടെ അഭിപ്രായവും വിയോജിപ്പ് പ്രകടിപ്പിച്ച 3 ജഡ്ജിമാരുടെ അഭിപ്രായവും നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി ആ വിധിക്ക് 2 ആസ്പെക്റ്റുകളുണ്ട് എന്നുള്ളത് വളരെ ക്ലിയറാണ്. ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം തന്നെ മതത്തെയും ജാതിയെയും എല്ലാം വേണ്ടവണ്ണം അവരുടേതായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരുണ്ടോ? ഇപ്പോൾ കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ അംഗത്വമുള്ളൊരു പാർട്ടിയാണ്, അടിത്തറയും അതാണ്, പള്ളിക്ക് സ്വാധീനമുള്ളൊരു പാർട്ടിയാണ്. അതിൻ്റെ പേരിൽ മതമില്ല, ജാതിയില്ല. മുസ്ലിം ലീഗിൻ്റെ പേരിൽ തന്നെ ഒരു മതവിശ്വാസ ഒരു വിഭാഗത്തിൻ്റെ പേര് ആ പാർട്ടിയുടെ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ പേരുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മൾ പരിശോധിക്കേണ്ടത്, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ശൈലിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇലക്ഷൻ വരുമ്പോഴും അല്ലാത്തപ്പോഴും മത നേതാക്കന്മാരുടെ അരമനകളിലും പള്ളികളിലും ഓഫീസുകളിലും കയറിയിറങ്ങുക, അതുമാത്രമല്ല അവരുടേതായ രീതിയിലുള്ള ഇടപെടലുകൾ, അതിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ നിറമുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ വളരെ കൃത്യമാണ്. ഇപ്പോൾ ഒരു ഇടയലേഖനം വരുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ടുണ്ടാവും ആർക്കായിരിക്കും വോട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു കൃത്യമായി മതചിഹ്നമുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടുമ്പോൾ നൽകുന്ന ചില സന്ദേശം, അപ്പോൾ പല രൂപത്തിലാണ് ഈ മതത്തിൻ്റെ സ്വാധീനം വരുന്നത്. പക്ഷേ ഇവിടെ ഈ സുപ്രീം കോടതിയുടെ ഈ വിധിയെ വിലയിരുത്തേണ്ടത് യഥാർത്ഥത്തിൽ ഒന്ന്, വിധി ഇപ്പോൾ ജസ്റ്റിസ് താക്കൂർക്ക് പറഞ്ഞതുപോലെ കൃത്യമായി എലക്ഷൻ എന്ന് പറയുന്നത് ഒരു സെക്കുലർ പ്രോസസ്സാണ്. അതിൽ മതത്തിനോ ജാതിക്കോ ഭാഷയ്ക്കോ വർണ്ണത്തിനോ പ്രത്യേക സ്ഥാനമൊന്നും അതിനകത്തുണ്ടാകാൻ പാടില്ല. അതാണ് സെക്കുലറിസത്തിൻ്റെ ആത്മാവ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചത് വളരെ ക്ലിയറാണ്. അതേസമയം ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് ആ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജഡ്ജിമെൻറ്റിൻ്റെ ഓതർ, 3 അംഗ ജഡ്ജിമാർ. അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, മതവും ജാതിയുമൊക്കെ ഒരു റിയാലിറ്റിയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ ചില വിഭാഗം ആളുകൾ ഇതിൻ്റെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടൊരു വിഭാഗമുണ്ട്. അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അസർഷൻസ് അതിനെ വേറൊരർത്ഥത്തിൽ തന്നെ കാണേണ്ടി വരും എന്ന അർത്ഥത്തിലാണ് ആ വിയോജനക്കുറിപ്പിലുള്ള ആ ജഡ്ജിമെൻറ്റിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രശസ്ത ദലിത് ചിന്തകനായ കാഞ്ചായിലെയും പ്രൊഫസർ ഗോപാൽ ഗുരുവിനെയൊക്കെ പോലെയുള്ള ആളുകൾ ആ വിധിയെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. അവർ മാത്രമല്ല, ഇവിടുത്തെ ന്യൂനപക്ഷ പിന്നോക്ക രാഷ്ട്രീയം കൈയാളുന്ന വിഭാഗത്തിലുള്ള നേതാക്കന്മാരും ഈ വിധിയെ ആ അർത്ഥത്തിൽ വിലയിരുത്താൻ ശ്രമിച്ചത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ചും നിലവിലുള്ള ഭരണ സംവിധാനം അങ്ങേയറ്റത്തെ ഒരു വർഗീയ നിലപാടിലേക്ക് പോയി കഴിഞ്ഞ സാഹചര്യത്തിൽ ആ വിധിയുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. 1. 2, ഇന്ത്യൻ രാഷ്ട്രീയം പോസ്റ്റ് മണ്ഡൽ കാലഘട്ടത്തിൽ കൃത്യമായ ഒരു മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ പിന്തുണ ഉള്ള ഒരു സംവിധാനത്തിന് ഇത് അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ ഈ നിയമവും ഈ വിധിയും വ്യാഖ്യാനിക്കാനും ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിൽ അപകടമുണ്ട് എന്ന ആശങ്ക ആസ്ഥാനത്തല്ല. മറിച്ച് തത്വത്തിൽ ഇതൊരു സെക്കുലറിസത്തെ നിലനിർത്താനാണെങ്കിൽ അതൊരു ചരിത്രപരമായ വിധി എന്ന് നമ്മൾ പറയേണ്ടി വരും. ആത്മീയ മത നേതാക്കൾ, സംഘടനകളൊക്കെ ഈ വിധിയെ ഇത്തരത്തിൽ ഇപ്പം അഷ്റഫ് കടക്കൽ സൂചിപ്പിച്ച പോലെ വളരെ സതുദ്ദേശപരമായ രീതിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അവരിതിനെല്ലാം കാണുകയും ചെയ്ത് വളരെ സുന്ദരമായ രീതിയിൽ മതേതരത്വം പൂത്തുവിളയാടുന്ന ഒരു രാജ്യമായിട്ട് ഇത് മാറും എന്നൊരു ചിന്ത സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആധ്യാത്മിക നേതാക്കൾക്ക്? ഇത് ടി.എസ്. ഠാക്കൂർ 3-ാം തീയതി, കഴിഞ്ഞ 3-ാം തീയതി പടിയിറങ്ങുന്നു, 2-ാം തീയതി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വിധിയായിട്ട് മാത്രമേ വിലയിരുത്താൻ വേണ്ടി പറ്റുള്ളൂ. സാധാരണഗതിയിൽ സാമൂഹിക മണ്ഡലത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും ഈ വെർഡിക്റ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ മാത്രമാണോ രാഷ്ട്രീയത്തിൽ മതം ഇടപെടുന്നുള്ളത്, അല്ലെങ്കിൽ മതം രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുന്നു, രാഷ്ട്രീയം മതത്തിലേക്ക് ഇടപെടുന്നുള്ളത്? അല്ലല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ മതനേതാക്കന്മാർ
ഈ ഇലക്ഷന് മുന്നേ പറയാറുണ്ട് ഞങ്ങളുടെ ഇന്ന ആളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം. കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ ഇരകളാണ്. അവർക്കതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ സംവിധാനങ്ങൾ മതത്തെയും നേതാക്കന്മാരെയും പ്രീണിപ്പിച്ചുകൊണ്ട് നിർത്താൻ ശ്രമിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തടയിടാൻ വേണ്ടി എന്ത് കാര്യം, എന്ത് നിർദ്ദേശം ഈ കോടതി വിധിയിലുണ്ട്? ഒരു കാര്യവും അത് നിർദ്ദേശ രൂപേണ കൊടുത്തിട്ടില്ല. ഇടപെടരുത് എന്നുള്ള കാര്യം 123-ാം വകുപ്പ് പ്രകാരം തന്നെ നിലവിലുണ്ട്. പിന്നെ ഇതൊക്കെ പൊലിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ചു എന്നുള്ളതല്ലാതെ ഈ കോടതി വിധി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയ ഒരു പ്രതീതി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. മതം തിരഞ്ഞെടുപ്പിൽ ഇടപെടരുതെന്ന് പറയുന്ന കോടതി വിധി എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. മതവും രാഷ്ട്രവും ഇന്ന് കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ്. മാത്രമല്ല, മതം ഇന്ന് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ വിധി പ്രാധാന്യമർഹിക്കുന്നുണ്ട്. മതത്തെയും മതവികാരങ്ങളെയും ആരാണ് ഏതർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നത് ഈ ചർച്ചയിൽ തന്നെ വളരെ പ്രകടമായി തെളിഞ്ഞു വന്നൊരു കാര്യമാണ്. വലിയ ഗവേഷണത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഇവിടെ പറയുന്നത്, ഇപ്പോൾ തന്നെ സ്വാമിജിയും രാമരാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ മിത്തുകളും ചിഹ്നങ്ങളുമൊക്കെ വളരെ അടിസ്ഥാനരഹിതമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മുടെ ചരിത്രബോധത്തെയൊക്കെ ഒരു തരത്തിൽ കൊഞ്ഞനം കുത്തുകയാണ്. ഇപ്പോൾ രാമരാജ്യമാണ് നമ്മുടെ പുതിയ സർക്കാർ സ്വപ്നം കാണുന്നത്, അത് മഹാത്മാഗാന്ധിയുടെ രാമരാജ്യമാണെന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധി നവഖാലിയിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ കൂട്ടക്കൊലയ്ക്ക് വിധേയമായപ്പോൾ അദ്ദേഹം അവിടെ ചെന്നു, അവിടെ സത്യാഗ്രഹം ഇരുന്നു. ഇവിടെ നമുക്ക് മുന്നിൽ ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം മാറ്റി പുറത്താക്കി. ഈ ഖട്ടർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ, നമ്മുടെ നരേന്ദ്രമോദി ഇവിടുത്തെ പ്രധാനമന്ത്രി ആയതിനു ശേഷം മുസഫർ നഗറിൻ്റെ സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ അഖിലാഖ് എന്ന് പറയുന്നൊരു പാവം മനുഷ്യനെ ബീഫിൻ്റെ പേര് പറഞ്ഞ്, അതുപോലെ ദലിത് സമുദായത്തിൽപ്പെട്ടവരെ പശുവിൻ്റെ പേര് പറഞ്ഞ് കെട്ടിത്തൂക്കി, മറ്റ് കന്നാലിയെ കൊണ്ടുപോയി എന്ന പേര് പറഞ്ഞ് 2 പേരെ കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കി. അപ്പോഴൊന്നും മിത്രവും മേരെ പ്യാർ ദേശവാസിയൊന്നും നമ്മൾ കേട്ടില്ല. ഇത് പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആള് അപ്പോഴും നാവ് പൊന്തിയിട്ടില്ല, വാ തുറന്നിട്ടില്ല. മഹാത്മാഗാന്ധിജിയുടെ രാമരാജ്യ സങ്കല്പത്തെ കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് മഹാത്മാഗാന്ധിജിയുടെ കണ്ടെത്തലുകളും കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. പിന്നെ ഇവിടെ ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ എങ്ങനെയാണ് ഗുജറാത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിട്ടുള്ള കലാപത്തെ കുറിച്ച് വരെ നമ്മൾ ചർച്ച ചെയ്യണം. ഗോദ്രയെ കുറിച്ച് ചർച്ച ചെയ്യണം. ആ ചർച്ചയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഗുജറാത്തിന്റെ മണ്ണിൽ ഈ ചർച്ചയും മാധ്യമ പ്രവർത്തകരുടെ വേട്ടയാടലുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും ഇതേ മനുഷ്യൻ ജനാധിപത്യപരമായിട്ട് ഓട് പൊളിച്ചകത്ത് കടന്നതല്ല, ജനാധിപത്യപരമായിട്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായത്. അപ്പോ ഇവിടെ ദളിത് വിഷയത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ എത്രയോ ദളിത് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന്റെ കീഴിൽ നോർത്ത് ഇന്ത്യയുടെ തെരുവീതിയിൽ നിരവധിയായിട്ടുള്ള ദളിത് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മറുപടി പറയണമെന്ന് ഇവരാരെങ്കിലും ആവശ്യപ്പെട്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി തന്നെയാണ് ഈ രാജ്യത്ത് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം ഇങ്ങനെ മതവുമായിട്ട് യോജിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും ആൾ നിർത്തുന്നതും പിന്നെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതും വോട്ട് ചോദിക്കുന്നതും എല്ലാം രാഷ്ട്രീയക്കാർ മതവുമായിട്ട് ബന്ധപ്പെട്ടും ജാതിയായിട്ട് ബന്ധപ്പെട്ടുമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയെടുക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ്.